ശബരിമല ദ്വാരപാലക പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിപ്പിച്ചതിൽ ദുരൂഹത. പീഠവും സ്വർണ്ണപ്പാളിയും മറയാക്കി പോറ്റി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതായി സംശയം. ജീവനക്കാരന്റെ വീട്ടിൽ സൂക്ഷിച്ച പീഠത്തിൽ പൂജ നടത്തി. അയ്യപ്പ ഭക്തരിൽ നിന്ന് ഈ പൂജയുടെ മറവിൽ പണം പിരിച്ചതായി വിജിലൻസിന് സൂചന. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവിൽ വളരെ കൃത്യമായി, ഈ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും സംശയാസ്പദമായി നിലനിൽക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ലാഡിംഗ് മാത്രമാണ് എന്നുള്ളത്. ഇവിടെ നിന്ന് കൊണ്ടുപോയ കാര്യങ്ങൾ തന്നെയാണോ തിരികെ എത്തിയത് എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഠത്തിന്റെ കാര്യത്തിലാണ് എങ്കിൽ അത് അവിടെ ഇല്ല എന്ന പരാതി ഉന്നയിക്കുന്നു. അതേസമയം തന്നെ പീഠം പൂജ നടത്തി, അതിന്റെ പേരിൽ പിരിവ് നടത്തി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. നമുക്കറിയാവുന്നതാണ്, ശബരിമലയിൽ നിന്ന് ഒരു തരി സാധനം, എന്തെങ്കിലും ഒരു വസ്തു ശബരിമലയിൽ ഉണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൂല്യം എന്ന് പറയുന്നത് ആ വസ്തുവിനുള്ള മൂല്യമല്ല, അത് ശബരിമലയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട മൂല്യമാണ്. അത് ചൂഷണം ചെയ്യാൻ ഈ സ്പോൺസർ ശ്രമം നടത്തി എന്നുള്ളതാണോ മനസ്സിലാവുന്നത്? മധു, നമുക്കറിയാം, ഇപ്പം മധു സൂചിപ്പിച്ച കാര്യം, അതായത് ശബരിമല സന്നിധാനത്ത് നിന്ന് എന്ത് ഉരുപ്പടി പുറത്തു കൊണ്ടുപോയാലും അത് കോടികൾ കൊടുത്ത് വാങ്ങിക്കാൻ ആളുണ്ട് എന്നുള്ളത്. അതിന് സാധാരണ വിപണി മൂല്യം ഒരു 1000 രൂപയായാൽ പോലും അത് പുറത്തെത്തിയാൽ കോടികൾ മുറക്കി വാങ്ങിക്കാൻ ആളുണ്ട്. നമുക്കറിയാം, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടത്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ പീഠവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ അന്വേഷണത്തിൽ വിജിലൻസിന് മനസ്സിലായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഈ കഴിഞ്ഞ 4 വർഷമായി ശബരിമല സന്നിധാനത്ത് നിന്ന് അളവ് പറ്റാതെ തിരിച്ചു കൊണ്ടുവന്ന പീഠം, ആ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു സംശയമുണ്ടാക്കിയത്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിനെ തന്നെ ഒരു മോഷ്ടാവായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ആ പീഠം തിരിച്ച് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തത്. വിജിലൻസിന് ആ അന്വേഷണത്തിൽ മനസ്സിലായത്, ഈ പീഠം ഈ കഴിഞ്ഞ 4 വർഷമായി കോട്ടയത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരൻ്റെ വീട്ടിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. അയാൾ അവിടെ അത് വെച്ച് പൂജകൾ നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറിവും ഉണ്ടായിരുന്നു. മാത്രമല്ല, രണ്ടുപേരും കൂടിയാണ് അത്തരമൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളൊരു വിവരമാണ് വിജിലൻസിന് ലഭിക്കുന്നത്. ഈ പൂജയ്ക്ക് വേണ്ടി അയ്യപ്പ ഭക്തർ, അതായത് സമ്പന്നരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് വലിയ തോതിൽ പണം വാങ്ങിയിട്ടുണ്ട്, അതീവ രഹസ്യമായി എന്നുള്ള വിവരവും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് വലിയ തോതിൽ സാമ്പത്തിക നേട്ടം ഈ പീഠവും സ്വർണ്ണപ്പാളിയും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നേടിയിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് വിജിലൻസ്. അതിനുവേണ്ടി ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടാകണം എന്നുള്ള ഒരു നിലപാട് കൂടി വിജിലൻസിനുണ്ട്. അപ്പോൾ അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാകും ഇന്ന് ഹൈക്കോടതിയിൽ ഈ സ്വർണ്ണപീഠം, ഈ സ്വർണം പൂശിയ പീഠം അത് തിരിച്ച് ശബരിമല ലോക്കറിൽ എത്തിക്കാൻ ഒരു വിഫല ശ്രമം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള വിവരവും വിജിലൻസ് പങ്കുവെക്കുന്നുണ്ട്. അത് പക്ഷേ പാളിപ്പോയി എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒടുവിൽ ഇത് സഹോദരിയുടെ വീട്ടിൽ ഒളിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തിയത്. മാത്രമല്ല, സാധാരണഗതിയിൽ ഒരു കുറ്റാന്വേഷണം നടത്തുന്ന അതേ മാതൃകയിലാണ് വിജിലൻസ് ഈ സ്വർണം പൂശിയ പീഠവുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടത്തിയത്. വിശദമായ ഫോൺ കോളുകൾ പരിശോധിച്ചു, കൃത്യമായ ചോദ്യം ചെയ്യലുകളുണ്ടായി. അങ്ങനെയാണ് ഈ പീഠം എവിടെ എന്നുള്ള ഒരു തുമ്പിലേക്ക് വിജിലൻസ് എത്തിയത്.